Hi friends, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അറേബ്യൻ ഡിഷുമായിട്ടാണ്. അതായത് കബ്സ ബിരിയാണി. അത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കബ്സ മസാല എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരു കബ്സയുടെ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കബ്സ മസാലയ്ക്ക് വേണ്ടി 1 ടേബിൾ സ്പൂണോളം മല്ലി, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക്, 1/2 ടേബിൾ സ്പൂണോളം ജീരകം, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഏലക്ക, 1/2 ടീസ്പൂണോളം ഗ്രാമ്പു, പിന്നെ ഉണങ്ങിയ നാരങ്ങ, പിന്നെ പട്ട ഒരു 3-4 കഷ്ണം, മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബേ ലീഫ് ഉള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഹൈ ഫ്ലെയിമിലിടരുത്, ചെറിയ തീയിലിടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കാം. ഞാൻ ചിക്കൻ എല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. ഇനി വരഞ്ഞ് നന്നായിട്ട് 2-3 വരയിട്ട് നന്നായിട്ട് ഇത് വരഞ്ഞു കൊടുക്കുക. ഇത് ഞാൻ മുഴുത്ത പീസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റിന് ഒരു പോർഷൻ എന്ന രീതിയിൽ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി ഒരു 1/2 ടീസ്പൂണും പിന്നെ ചുമന്ന മുളക് പൊടി, അതായത് ഇത്തിരി എരിവുള്ള മുളക് പൊടി ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കബ്സ മസാല നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഗാർലിക്, അതായത് വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഇച്ചിരി ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് 45 തൊട്ട് 1 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ലത്. അറ്റ്ലീസ്റ്റ് 1/2 മണിക്കൂറേലും വെക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണോളം ബട്ടറൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് മെൽറ്റായി വരുമ്പം ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നമ്മൾ ഏകദേശം 45 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതായത് 2 വശം ചിക്കൻ പീസിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. പക്ഷേ ഇവിടെ നമ്മൾ ചിക്കൻ വേവിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുക്ക് ചെയ്തിട്ട് എനിക്ക് അതിനകത്ത് നിന്ന് എടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ചിക്കൻ കുക്ക് ചെയ്ത് ശേഷം എടുത്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പക്ഷെ അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ ആ സെയിം പാനിലേക്ക് പച്ചമുളക് 2 ഒരു 2 സവോള അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അതൊന്ന് പച്ചമണമെല്ലാം നല്ല മാറി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി. നമ്മളിപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് മസാല ഉള്ളിയെല്ലാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി എളുപ്പമാണ് താനും. അപ്പം നമുക്ക് ഉപ്പിട്ട ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം കബ്സ മസാല ചേർത്ത് കൊടുക്കാം. കബ്സ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. അപ്പം മസാലയുടെ പച്ചമണം മാറി ഉള്ളിയെല്ലാം കൂടി ഒന്ന് വാടി മുളകും ഉള്ളിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരണം. അതാണ് ഇതിൻ്റെ കണക്ക്. ഉള്ളി ചെറുതായിട്ട് അരിയുവാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ഉണങ്ങിയ നാരങ്ങ, ഈ നാരങ്ങ ഞാൻ വീട്ടിൽ തന്നെ കണ്ടിച്ച് ഉണക്കിയതാണ്. ഇനി വാങ്ങിക്കാൻ കിട്ടാത്തവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ വെയിലില്ല എന്ന് വിചാരിച്ച് ഉണങ്ങാൻ പറ്റാതിരിക്കുകയല്ല, നമുക്ക് ഓവനിൽ വെച്ച് ഇത് ഉണക്കിയെടുക്കാവുന്നതാണ്. നല്ലയെല്ലാം നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 തക്കാളി, ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പ്യൂരി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇനി ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർക്ക് ഇത്തിരി കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്താലും മതി. ഇനി റെഡ് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ ഇടണം നിർബന്ധമില്ല. ഇനി അതിലേക്ക് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം വെന്ത് വരുമ്പോഴത്തേക്കും ഈ ക്യാപ്സിക്കം അതിൽ കടന്ന് വെന്ത് പൊയ്ക്കോളും. അത് കഷ്ണമായിട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഓൾറെഡി കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം അത് എന്താ പറയുക, ഇനി ബാക്കി ഈ മസാലയ്ക്കകത്ത് കടന്ന് വേണം ഈ ചിക്കൻ വെന്ത് വരാൻ വേണ്ടി. അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ മസാലയ്ക്കകത്തോട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് വെക്കുക. അതിൻ്റെ അകത്ത് ആ പാത്രത്തിലുണ്ടായിരുന്ന ബാക്കി ഓയിലെല്ലാം കൂടെ, അതായത് ചിക്കൻ്റെ ഫാറ്റെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒരു 70% കുക്കാകുന്നിട വരെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് വെള്ളം, അതായത് ഞാനിവിടെ ഒരു 100 ml വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ ചിക്കൻ വേവാനുള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ കിടന്ന് ചിക്കൻ വെന്ത് വരിക. അപ്പോൾ ഞാൻ അടപ്പടച്ച് വയ്ക്കുകയാണ്. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക, ചിക്കൻ മസാലയുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ നോക്കുക. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മളിത് ചിക്കൻ വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. വേണമെങ്കിൽ ഇച്ചിരി വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒഴിക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം 70% ഇവിടെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ചിക്കനകത്ത് നമുക്ക് വെള്ളം എക്സ്ട്രാ ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് വേറൊരു ബെനിഫിറ്റാണത്. സാധാരണ എല്ലാവരും കപ്സ മസാല ചെയ്യുമ്പോൾ ചിക്കനകത്ത് ഒത്തിരി വെള്ളം ബാലൻസ് വരും. അപ്പം റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഈ ചിക്കൻ്റെ വെള്ളം പിന്നെ നമ്മൾ മെഷർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം എൻ്റെ ചിക്കന് എക്സ്ട്രാ വെള്ളം ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് മെഷർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുമല്ല, ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇവിടെ ഒഴിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം അല്ല, നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഈ ചിക്കനിലേക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ വെള്ളം ഒന്നുകൂടെ ആ മസാലയ്ക്കകത്ത് കിടന്ന് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളിനി ഇവിടെ കഴുകി വാരി വെച്ച അരി ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ കേരള ടേസ്റ്റിൻ്റെ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ഞാനതൊരു 15-20 മിനിറ്റോളം സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. അരി നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം സോക്ക് ചെയ്തു. അപ്പം സോക്ക് ചെയ്ത ശേഷം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ മസാലയ്ക്ക് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് ഇത്തിരി മുമ്പോട്ട് നിൽക്കണം, എന്നാലേ ചോറിന് ഉപ്പുണ്ടാവത്തുള്ളൂ. അത് നോക്കിയ ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിളച്ച് വരുമ്പം നമ്മൾ കഴുകി വാരി വെച്ച അരി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇവിടെ അരിക്കകത്ത് വെള്ളം ഉണ്ടാവത്തില്ല, കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അരി കഴുകി വാരി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വെള്ളമൊന്നുമില്ല. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് പിന്നെ വയ്ക്കാവുന്നതാണ്. ഇതാ നമ്മളിപ്പോൾ ഇവിടെ അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുത്ത ശേഷം എല്ലായിടത്തേക്കും നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പം എന്നാലേ നമുക്ക് അരിയെല്ലാം ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എവിടെയും കുന്നുകൂടി കിടക്കരുത്. അതെല്ലാം മസാലയുടെയും എന്താ പറയുക, ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിൻ്റെ മണ്ടയിലേക്ക് വെതറി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരി ചെയ്ത പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകളിലോട്ടൊന്നും പൊങ്ങി കിടക്കണ്ട. ഇത് ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് ഈ ചോറിൻ്റെ കൂടെ ചേരുകയും ചെയ്യും. ഒരു നല്ലൊരു കളറും കിട്ടും ചോറിന്. എന്നിട്ട് നമ്മളിനി മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. അത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്.
ഇപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ചട്നി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ എടുക്കുന്ന 2 തക്കാളിയും 1 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും നമുക്കിതിന് വേണ്ടത്. പിന്നെ കുറച്ച് നാരങ്ങ ജ്യൂസിൻ്റെയും കൂടിയാണ് ആവശ്യം. ഇത് നമുക്ക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കണം, മിക്സിയിലല്ല. മിക്സിയിലിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഫൈനായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ചെറിയ ചങ്ക്സായിട്ട്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഈ കപ്സയുടെ ചട്നി കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ചോപ്പറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തക്കാളിയും പിന്നെ മല്ലിയിലയും നാരങ്ങ ജ്യൂസും അതുപോലെ തന്നെ മുളകും ഇതെല്ലാം കൂടി അങ്ങ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ ചട്നിയുടെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ ആ പുളിയും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് ഇച്ചിരി കടിച്ചിരിക്കുകയും ചെയ്യും, പക്ഷേ കഴിക്കാനായിട്ട് വളരെ വളരെ ടേസ്റ്റിയാണ് താരം. ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ പുളി കുറവുണ്ടെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1 നാരങ്ങയുടെ നീരാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഹാൻഡ്ഫുൾ ഓഫ് മല്ലിയില, 2 തക്കാളിയും പിന്നെ 1 പച്ചമുളകും. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതലും ചേർത്ത് കൊടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ടേസ്റ്റാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം നമുക്കതനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ എന്താ പറയുക, കപ്സയുടെ ചട്നി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ചോറ് എന്തായി എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഗ്ലാസ് ലിഡ് ആയതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് കാണാം വെള്ളം തീർന്നിട്ടുണ്ടോ, വെള്ളം പറ്റി പോയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് ഇവിടുന്ന് കാണാം. അപ്പം ഇനി അങ്ങനെയായിട്ടുള്ള പാത്രത്തിലല്ല നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. വെള്ളം വറ്റിപ്പോകരുത്. ചോറ് അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചോറ് വേവാനുള്ള വെള്ളം മാത്രമേ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഒരു സ്പൂണോ തവിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും വെള്ളം വറ്റിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ചോറ് വേവാനുള്ള വെള്ളമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഓവറായിട്ട് വെന്ത് പോകത്തുമില്ല. ഇപ്പോൾ എനിക്കിതിനകത്തൂടെ ഗ്ലാസ് ലിഡിനകത്തൂടെ കാണാം ഏകദേശം ചോറിനകത്ത് വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇതാ ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടി ഒന്ന് നോക്കാം, ഇനി വെള്ളം അടിയിലെങ്ങാനും ഉണ്ടോ, അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു പശപ്പുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഈ വെള്ളമെല്ലാം കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കും. ചോറിപ്പോൾ ഓൾമോസ്റ്റ് തന്നെ വെന്തു. ഇതാ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കപ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ചോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നാരങ്ങ, ഡ്രൈ ആയിട്ടുള്ള നാരങ്ങ ഇടുന്നതുകൊണ്ട് ഈ ചോറിനൊരു ഫ്ലേവർ വേറെയാണ്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഡ്രൈ നാരങ്ങ ഇടാറില്ല. നമ്മൾ മസാലയ്ക്കകത്തോട്ട് കുറച്ച് നാരങ്ങ നീരേ ഒഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുമല്ല, ഈ ചിക്കൻ്റെ മസാലയ്ക്കകത്ത് കടന്നാണ് ഈ ചോറ് വെന്ത് വരുന്നത്. അപ്പം ആ ചോറിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തുനിന്ന് ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വെച്ച ശേഷം നമുക്ക് ചോറ് പ്ലേറ്റിലേക്ക് ആക്കിയെടുക്കാം. ഇനി നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമുക്കതനുസരിച്ച് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ചിക്കൻ കുക്ക് ചെയ്ത് ചോറ് അരി ഇട്ട് കൊടുത്തപ്പം നമ്മൾ ചിക്കൻ ഏറ്റവും അടിയിലേക്ക് ആക്കിയായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ നല്ല മുരിഞ്ഞ് കിട്ടും റൈസ് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. കാരണം വെള്ളമെല്ലാം വറ്റി വരുമ്പോഴത്തേക്കും പാത്രത്തിന് ചൂട് കൊണ്ട് ചിക്കന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. നമ്മൾ എക്സ്ട്രാ വറുത്തെടുക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നോക്കിക്കേ, ചിക്കനെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാനിവിടെ ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കപ്സ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഇതിനകത്ത് ഞാൻ കപ്സ മസാലയും കപ്സയുടെ ചട്നിയും കപ്സയും എല്ലാം ഉണ്ട്. ഓൾ ഇൻ വൺ ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുക.
വെച്ച് നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്. അടുത്ത പ്രാവശ്യം വേറൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.